ഹസൻ നസറുള്ളയുടെ സംസ്കാര ചടങ്ങിൽ 80-ലധികം രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തതായിരിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. 10,000-കണക്കിന് ജനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം പ്രയാസപ്പെട്ട ഒരു സ്ഥിതിവിശേഷവും ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു എന്നും ബെയ്റൂത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയാണ്. ലെബനാന്റെ തലസ്ഥാനമായ ബെയ്റൂത്തിൽ വെച്ചാണ് 2024 സെപ്റ്റംബർ 27 ഇസ്രായേലിന്റെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവനായിരിക്കുന്ന ഹസൻ നസറുള്ളയുടെ സംസ്കാര ചടങ്ങ് നടത്തിയത്. അതായത് മരിച്ച് 4 മാസത്തിന് ശേഷം 2024 സെപ്റ്റംബർ 27 രാത്രിയോ അല്ലെങ്കിൽ 28 ആണ് രണ്ടാമത്തെ നേതാവായിരുന്ന ഹാഷിം സഫേദിയും കൊല്ലപ്പെടുന്നത്. അതിശക്തമായിരിക്കുന്ന ആക്രമണമാണ് ഹസൻ നസറുള്ളയുമായിട്ട് ബന്ധപ്പെട്ട സൈനികർക്ക് നേരെ ഇസ്രായേൽ നടത്തിയത്. 80 തവണയെങ്കിലും ബെയ്റൂത്തിനെ ചുറ്റുഭാഗം പറന്നുകൊണ്ട് 6-ലധികം വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത്. അത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നടത്തപ്പെട്ടത് എന്നും പറയുന്നു. കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് തങ്ങൾ ആക്രമിക്കുകയും ശത്രുവിനെ പരാജയപ്പെടുത്താൻ വേണ്ടി തങ്ങളുടെ സൈനികർക്ക് സാധിക്കുകയും ചെയ്തു എന്നാണ് പിന്നീട് ഇസ്രായേൽ ഇതിന്റെ വിജയ ആഹ്ലാദമായിട്ട് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. തങ്ങൾ ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്നുള്ളതും തങ്ങളുടെ ശത്രുവിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതും വലിയൊരു ആശ്വാസം ഈ മേഖലയിൽ തങ്ങൾക്കുണ്ടാകും എന്നാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയും ആ സമയത്ത് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഈ ഭാഗത്ത് ഈ സംഭവങ്ങൾ നടക്കുന്നതിനോടനുബന്ധിച്ച് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വട്ടമിട്ട് പറന്നുകൊണ്ട് നിരീക്ഷണം നടത്തിയിരിക്കുന്നു എന്നുള്ളതും അതിന് ശക്തമായിരിക്കുന്ന തിരിച്ചടി ലെബനാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവിടുത്തെ വിശ്വാസികൾ പറഞ്ഞതായിരിക്കുന്ന വീഡിയോകളും ഇപ്പോൾ പ്രചരിക്കുന്നു. അതിൽ പറയുന്ന കാര്യം ഇസ്രായേലിന് മരണം, അമേരിക്കക്ക് മരണം, തീർച്ചയായിട്ടും ലെബനാൻ അതിജീവിക്കുക തന്നെ ചെയ്യും, ശത്രുക്കളുടെ നാശം കാണാതെ ഞങ്ങൾ അടങ്ങുകയില്ല, ഞങ്ങളുടെ നേതാവിനെ കൊലപ്പെടുത്തിയതിന് ഞങ്ങൾ പ്രതികാരം ചെയ്യും. ഇങ്ങനെ ഉള്ള വൈകാരികപരമായിരിക്കുന്ന മുദ്രാവാക്യമാണ് ഈ മേഖലയിൽ നിന്ന് ഉണ്ടായത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ വിജയവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവര് അഭിമാനകരമായിരിക്കുന്ന മുന്നേറ്റം ലെബനാന്റെ മേഖല ഉണ്ടാക്കി എന്ന് റിപ്പോർട്ട് നൽകിയതോടനുബന്ധിച്ച് ലെബനാന്റെ ഭാഗത്തുനിന്ന് ചില പ്രതികരണങ്ങളും ആ സമയത്ത് തന്നെ പുറത്തു വന്നിരുന്നു. അതായത് സെപ്റ്റംബർ അവസാനത്തോടുകൂടി 27 മരണം നടക്കുന്നത്, അത് 30 ഔദ്യോഗികപരമായിരിക്കുന്ന എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ലെബനാനുമായിട്ടുള്ള നിങ്ങളുടെ യുദ്ധം ഈ മേഖലയിൽ നിന്ന് ഇസ്രായേലികളെ കുടിയിറക്കിയവരെ കുടിയിരുത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അവരിപ്പോഴും നിങ്ങളുടെ ഇസ്രായേലിന്റെ മധ്യഭാഗങ്ങളിലോ തെക്ക് വടക്കൻ ഭാഗങ്ങളിലോ അവരിങ്ങനെ ഒന്നുമില്ലാത്ത വീടും കുടിലൊന്നുമില്ലാത്ത രീതിയിൽ ഇയഞ്ഞു നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതിന് മാറ്റം വരുത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ വിവർത്തനം പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ലെബനാന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 75,000-ഓളം ജൂതവിശ്വാസികളെ ഇസ്രായേൽ സർക്കാർ യുദ്ധത്തിന്റെ വിഷയം പറഞ്ഞുകൊണ്ട്, അതായത് ലെബനാനുമായിട്ട് ഏറ്റുമുട്ടൽ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ അപകടങ്ങളും അപായങ്ങളും ഈ മേഖലയിൽ ഉണ്ടാവും എന്നതിനാൽ അവരുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നു. മധ്യ ഇസ്രായേലിന്റെ ഭാഗങ്ങളിൽ താൽക്കാലികപരമായിരിക്കുന്ന ടെന്റ് കെട്ടിക്കൊണ്ട് താമസിപ്പിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവരെ തിരിച്ച് ആ മേഖലയിലേക്ക് എത്തിക്കും എന്ന് ഇസ്രായേൽ സർക്കാർ അവർക്ക് ഉറപ്പ് നൽകുന്നു. എന്നാൽ ഒരു വർഷത്തോളമായിട്ടും 8 മാസത്തിലധികമാണ് പറയുന്നത്. ഏകദേശം ഒരു വർഷം 9 മാസം കഴിഞ്ഞു ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട്. ഇത്രയും കാലത്തിനിടയിൽ അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഈ ഭാഗങ്ങളിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഒരു ജൂത വിഭാഗത്തെയും ഈ മേഖലയിൽ രണ്ടാമത് പുനർവിന്യസിക്കാൻ വേണ്ടി തങ്ങൾ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് ലെബനാൻ സൈന്യത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്. അത് മുൻപ് അവർ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെയാണ്. ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഇറങ്ങിപ്പോയതാണ്, പിന്നീട് തിരിച്ചു വരെ ഉണ്ടാവില്ല എന്നുള്ളത്. ഈ മേഖല ശാന്തമാക്കാൻ വേണ്ടി, ശാന്തം എന്ന് പറഞ്ഞാൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യത്തിന് ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ലെബനാനുമായിട്ട് നേർക്കുനേരെ കൊമ്പ് കോർക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തീരുമാനിച്ചു. അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി. പിന്നീട് ലെബനാന്റെ നേതാവ് ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ തലവന്മാർ കൊല്ലപ്പെടുകയും കൂടി ചെയ്തതോടുകൂടി ഈ മേഖലയിൽ അക്രമം ശക്തമായി. പിന്നീട് ഒരു ഉടമ്പടി പ്രകാരമാണ് ലെബനാനും ഇസ്രായേലും തമ്മിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത്. ഈ ഇസ്രായേലിന്റെ പാർലമെന്റിൽ, അതായത് നെസറ്റിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് താൽക്കാലികപരമായ രീതിയിൽ ഈ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു ലെബനാനുമായിട്ട്. വെടിനിർത്തൽ കരാർ വ്യവസ്ഥ. ആ കരാർ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അവിടെ നെസറ്റിൽ പറയുകയും അത്
ഭരണകക്ഷി അംഗങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. അതിന് ശേഷമാണ് ഈ മേഖലയിൽ നിന്ന് ഇസ്രായേലിന് നേരെ അക്രമം ഉണ്ടാവാത്തൊരു സാഹചര്യവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ലെബനാന് നേരെ അക്രമം ഉണ്ടാവാത്തൊരു സാഹചര്യം ഉണ്ടായത്. അതിശക്തമായിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാൻ പാകത്തിലുള്ള ക്രൂയിസ് മിസൈൽ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം ഇസ്രായേലിന്റെ തലസ്ഥാനമായിരിക്കുന്ന തെൽ അവീവിനെ ലെബനാന്റെ ഭാഗത്തുനിന്ന് ആക്രമിച്ചുകൊണ്ടേയിരുന്നു. പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോം ഒക്കെ തകർന്ന് തരിപ്പണമാവുന്ന രീതിയിലുള്ള ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണമാണ് ഈ മേഖലയിൽ നിന്ന് ഉണ്ടായത് എന്നുള്ളതും അത് ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ഭയപ്പാട് ഉണ്ടായത് എന്നും റിപ്പോർട്ടിൽ ആ സമയത്ത് തന്നെ റിപ്പോർട്ട് പറഞ്ഞതാണ്. അപ്പൊ സാഹചര്യങ്ങളെ വിലയിരുത്തി നോക്കുന്ന സമയത്ത് ലെബനാൻ അങ്ങനെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതും ആയുധങ്ങളുടെ ക്ഷീണമോ കുറവോ യുദ്ധം ചെയ്യാനുള്ള സൈനികരുടെ കുറവോ ലെബനാനില്ല. ആയുധങ്ങളുടെ കുറവ് എന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ഇറാൻ നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ ഇറാനും ലെബനാനും തമ്മിൽ നല്ല സൗഹൃദ ബന്ധമാണ്. ഷിയ മലീഷ്യകൾ അവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആയതിനാൽ ഇത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമല്ല. ഇറാൻ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആയുധം നൽകാൻ വേണ്ടിയിട്ട് റഷ്യ തയ്യാറാണ്, കൊറിയ തയ്യാറാണ്, ഏറെക്കുറെ ചൈനയും തയ്യാറാണ്. ചൈന പിന്നെ ആയുധ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു രഹസ്യമോ പരസ്യമോ ആയിരിക്കുന്ന റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ പല ഘട്ടങ്ങളിലും ഈ റഷ്യയുടേത് പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൊറിയയുടേതും പുറത്തു വന്നിട്ടുണ്ട്. ചൈനയാണ് അങ്ങനെ പരസ്യ പ്രസ്താവന ഒന്നും ഇറക്കാത്തത്. ഇവിടെ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ പലതും റഷ്യയുടേതാണ് എന്ന് ഇസ്രായേലിന്റെ സൈന്യം തന്നെ ഗസയിൽ നിന്ന് ആരോപിച്ച വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിലവിലെ ഈ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലെബനാനിലെ ബെയ്റൂത്തിൽ വെച്ച് നടത്തിയിരിക്കുന്ന ഹസൻ നസ്രള്ളയുടെ സംസ്കാര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തിനു വേണ്ടിയാണ് ഇസ്രായേൽ തങ്ങളുടെ ആകാശത്ത് കൂടി വിമാനം പറത്തിച്ചത് എന്നുള്ള കാര്യം തങ്ങൾക്ക് അറിയണം എന്നുള്ള ഒരു രീതിയിലേക്ക് വിഷയങ്ങളുടെ രൂപങ്ങളൊക്കെ ഇപ്പൊ മാറുകയാണ്. അവർ പറയുന്നു അതിർത്തി കഴിഞ്ഞുകൊണ്ടുള്ള തങ്ങളുടെ ഭൂപ്രദേശത്തേക്കോ അല്ലെ ആകാശമോ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ കാര്യകാരണങ്ങൾ തങ്ങൾക്ക് അറിയേണ്ടതുണ്ട് എന്നുള്ളതും ഇതിനോടനുബന്ധിച്ച് തന്നെ ഇതിന് തിരിച്ചടി ഉണ്ടാവും എന്ന് ലെബനാന്റെ ഭാഗത്ത് റിപ്പോർട്ട് വരികയും ചെയ്തതോടുകൂടി ഈ മേഖല രണ്ടാം ഘട്ടത്തിൽ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ വിലയിരുത്തുകയാണ്. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക പ്രതികരിക്കണമെന്ന് അമേരിക്കയുടെ നിലപാട് എന്താണെന്ന് പത്രക്കാരൻ ട്രംപിനോട് ചോദിച്ചപ്പോൾ ഞാൻ ആ കാര്യത്തെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയതിനു ശേഷം മറുപടി പറയാം എന്നുള്ള കാര്യം മാത്രം പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ്. ഇപ്പോൾ ലെബനാൻ അനുകൂലമായിട്ടോ ഇസ്രായേൽ അനുകൂലമായിട്ടോ നിലപാട് പറയാത്തതിലുള്ള നീരസം യഥാർത്ഥത്തിൽ ഇസ്രായേലുണ്ട്. ഇസ്രായേലിന് അനുകൂലമായ രീതിയിൽ നിലപാട് പറയാത്തതിന്റെ നീരസം ഇസ്രായേലുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക. അമേരിക്കയുടെ നിഴൽ യുദ്ധമായിട്ടാണ് ഇസ്രായേൽ എല്ലാ കാലത്തും യുദ്ധം ചെയ്യുന്നത്. അവര് നിലപാട് മാറ്റുന്നതിനോടനുബന്ധിച്ച് വലിയ പ്രതിസന്ധി രാജ്യത്തുണ്ടാകുമെന്ന് ഇസ്രായേലിന് കൃത്യമായിട്ട് അറിയാം. ഏതായിരുന്നാലും ഈ നിലവിലെ സാഹചര്യം പറയുന്ന സമയത്ത് 80-ലധികം രാജ്യങ്ങൾ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ രാഷ്ട്രത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എന്തിനാണ് ലെബനാനിലെ പ്രത്യേകിച്ച് ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ നേതാവ് കൊല്ലപ്പെട്ടതിന് ഇത്രയും ആളുകൾ പങ്കെടുത്തത് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് പോലും സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നു. അപ്പോൾ മുൻപത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന വിഭാഗങ്ങളെ അകവും പുറവും നോക്കാതെ പിന്തുണക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം നാൾക്കുനാൾ കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥമായ രീതിയിലുള്ള ചിത്രമായിട്ട് ചില മീഡിയകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അഭിപ്രായപ്പെടുന്നത്. നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന വ്യത്യസ്തമായ രീതിയിൽ യുദ്ധത്തിന്റെ സ്ഥിതികളും ഗതികളും അവസ്ഥകളും മാറി മാറി വരുന്നുണ്ട് എന്നുള്ളതും ഇത് അംഗീകരിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ഇസ്രായേൽ എന്നാണോ സാധിക്കുക, ആ സാധിക്കുന്ന സമയത്ത് മാത്രമേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും അവിടുത്തെ ജനങ്ങളും അവരുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തിനും സുരക്ഷ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള അഭിപ്രായമാണ് യഥാർത്ഥത്തിൽ കൂടുതൽ മീഡിയക്കാരും പങ്കുവെക്കുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാത്ത രീതിയിൽ ഇടപെടുന്നതിന്റെ പോരായ്മകളും പ്രശ്നങ്ങളുമാണ് ഇസ്രായേൽ അനുഭവിക്കുന്നത്. യാഥാർത്ഥ്യപരമായിരിക്കുന്ന ഇടപെടൽ എന്ന് പറഞ്ഞാൽ പാലസ്തീന് സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് മാത്രമേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇനി ഭാവിയിൽ രാജ്യമായിട്ട് നിലനിൽക്കുകയുള്ളൂ എന്നുള്ള കാര്യം ലോകത്തിനൊക്കെ മനസ്സിലായിട്ടും മനസ്സിലാകാത്ത ഒരേ രാജ്യത്തിന്റെ പേര് ഇസ്രായേൽ മാത്രമാണ് എന്നാണ് ചില അടിക്കുറിപ്പുകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്നത്.